എല്ലാവർക്കും അസ്ത്രയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നവോത്ഥാന നായകൻ തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ ജനിച്ച വർഷം ഏതാണ്? 1814. മരണം 1909. തൈക്കാട് അയ്യ born on 1814 and died on 1909. അദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ് എവിടെയാണ്? കന്യാകുമാരിയിലെ നഗലപുരം. റിയൽ നെയിം സുബ്ബരായൻ. അദ്ദേഹത്തിന്റെ ബർത്ത് പ്ലേസ് നഗലപുരം, റിയൽ നെയിം സുബ്ബരായൻ. അദ്ദേഹം അറിയപ്പെടുന്ന അതർ നെയിംസ് കുറച്ചധികം ഉണ്ട്, നന്നായി നോക്കി വെക്കുക. ശിവരാജയോഗി, ഹഠയോഗോപദേഷ്ട. യോഗയുമായി ബന്ധപ്പെട്ട് യോഗനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളാണ് തൈക്കാട് അയ്യ. അപ്പൊ ഈ രണ്ടു പേരും യോഗയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ശിവരാജയോഗി, ഹഠയോഗോപദേഷ്ട. സൂപ്രണ്ട് അയ്യ, ഗുരു ഓഫ് ഗുരു, ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ്, അതുകൊണ്ടാണ് ഗുരു ഓഫ് ഗുരു എന്ന് പറയുന്നത്. പാണ്ടിപ്പറയൻ സവർണരായിട്ടുള്ള ആൾക്കാർ, ഹൈ ക്ലാസ്സിലുള്ള ആൾക്കാർ അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചിരുന്നതാണ് പാണ്ടിപ്പറയൻ അല്ലെങ്കിൽ പണലിപ്പറയൻ. അപ്പൊ ഏതൊക്കെയാണ് പേരുകൾ? ഒറിജിനൽ നെയിം എന്താണ്? റിയൽ നെയിം എന്താണ്? സുബ്ബരായൻ. പിന്നെ അറിയപ്പെടുന്നത് ശിവരാജയോഗി, ഹഠയോഗോപദേഷ്ട. സൂപ്രണ്ട് അയ്യ, ഗുരു ഓഫ് ഗുരു. പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ. The Renaissance leader who started interdining in Kerala during 19th century. അതായത് തൈപ്പോയും സദ്യയുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ ഇന്റർഡൈനിങ്, പന്തിഭോജനം, എല്ലാ ജാതിക്കാരെയും ഒരുമിച്ചിരുത്തിയിട്ട് ഫുഡ് കൊടുക്കുന്നതിനെയാണ് പന്തിഭോജനം എന്ന് പറയാ. ഇന്റർഡൈനിങ്, ഇംഗ്ലീഷിൽ ഇന്റർഡൈനിങ്, പന്തിഭോജനം നടത്തിയിട്ടുള്ള റിനൈസൻസ് ലീഡർ ആണ് തൈക്കാട് അയ്യ. അപ്പൊ പന്തിഭോജനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട 3 ഭോജനങ്ങളുണ്ട്. സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠസ്വാമികൾ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. അപ്പൊ സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠസ്വാമി. വെറും പന്തിഭോജനം ആരാണ്? തൈക്കാട് അയ്യ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. ഇതെല്ലാതും വിവിധ ജാതിയിൽപ്പെട്ട ആൾക്കാരെ ഒന്നിച്ചിരുത്തി ജാതി വ്യവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഒന്നിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്നതാണ് പന്തിഭോജനം എന്ന് പറയുന്നത്. അപ്പൊ തൈപ്പൂയം സദ്യയുടെ ഭാഗമായിട്ടാണ് തൈക്കാട് അയ്യ പന്തിഭോജനം നടത്തിയിട്ടുള്ളത്. The spiritual center founded by തൈക്കാട് അയ്യ with the help of മനോന്മണിയം സുന്ദരം പിള്ളൈ, the first MA holder of Travancore. ഏതാണ്? ശൈവപ്രകാശ സഭ. ഈ മനോന്മണിയം സുന്ദരം പിള്ളയായി ചേർന്നിട്ട് അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്പിരിച്വൽ സെന്റർ ആണ് ശൈവപ്രകാശ സഭ. അദ്ദേഹമാണ് തിരുവിതാംകൂറിലെ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ആദ്യത്തെ ആള്. ആര്? മനോന്മണിയം സുന്ദരം പിള്ള. അദ്ദേഹത്തിന്റെ കൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ശൈവപ്രകാശ സഭ അദ്ദേഹം ഫൗണ്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ സൈഡിൽ പഠിച്ചത്? പന്തിഭോജനം. സമപന്തിഭോജനം ആരായിരുന്നു? വൈകുണ്ഠസ്വാമികൾ. പ്രീതിഭോജനം ആരായിരുന്നു? വാഗ്ഭടാനന്ദൻ. മിശ്രഭോജനം ആരായിരുന്നു? സഹോദരൻ അയ്യപ്പൻ. ശൈവപ്രകാശ സഭ എന്താണ്? അതൊരു ഓർഗനൈസേഷൻ ആണ്. ആരുടെ കൂടെയാണ് അത് ഫൗണ്ട് ചെയ്തത്? മനോന്മണിയും സുന്ദരം പിള്ള കൂടി ചേർന്നിട്ടാണ്. അദ്ദേഹമാണ് മനോന്മണിയും സുന്ദരം പിള്ളയുടെ പ്രത്യേകത എന്താണ്? തിരുവിതാംകൂറിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ആദ്യത്തെ ആളാണ് മനോന്മണിയം സുന്ദരം പിള്ള. ദ യോഗ ഗുരു ഓഫ് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയുടെ യോഗ ഗുരു ആരാണ്? സച്ചിദാനന്ദ സ്വാമികൾ. സോഷ്യൽ റിഫോമർ ഓഫ് കേരള ഹു വാസ് ആൻ എക്സ്പോണന്റ് ഓഫ് ശിവരാജ യോഗ. എക്സ്പോണന്റ് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, യോഗേനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സോഷ്യൽ റിഫോമർ ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? തൈക്കാട് അയ്യ. ദ ഡിസൈപ്പിൾ ഓഫ് തൈക്കാട് അയ്യ. നോക്കി വെക്കണം. ഡിസൈപ്പിൾ, ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, സ്വാതി തിരുനാൾ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, രാജാരവിവർമ്മ. ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. സ്വാതി തിരുനാൾ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, രാജാരവിവർമ്മ. സ്വാതി തിരുനാൾ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, രാജാ രവിവർമ്മ. ദ വുമൺ ഡിസൈപ്പിൾ ഓഫ് തൈക്കാട് അയ്യ സ്വയം പ്രകാശിനി യോഗിനി മാത. ദ ട്രാവൻകൂർ കിങ് ഹു ബിക്കേം ദ ഫേമസ് ഡിസൈപ്പിൾ ഓഫ് തൈക്കാട് അയ്യ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരാണ്? സ്വാതി തിരുനാൾ. ട്രാവൻകൂറിലെ ശിഷ്യനായിട്ടുള്ള രാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. இந்த உலகத்தில் ஒரே ஒரு ஜாதிதான்
ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? തൈക്കാട് അയ്യ. അപ്പൊ തമിഴിൽ പറഞ്ഞതാണ് തൈക്കാട്, തമിഴ് തൈക്കാട്. അതിനെ മലയാളത്തിൽ പറഞ്ഞതാണ് ആര്? തൈക്കാട് അയ്യയുടെ ശിഷ്യനായിട്ടുള്ള ശ്രീനാരായണ ഗുരു. അദ്ദേഹം എന്താ പറഞ്ഞ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ. இந்த ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് തൈക്കാട് അയ്യ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ മെയിൻ ടെക്സ്റ്റ് ബുക്ക് നോക്കാം. എന്റെ കാശിയാത്ര, എന്റെ കാശിയാത്ര, രാമായണം പാട്ട്, പഴനി വൈഭവം, അദ്ദേഹത്തിന്റെ മെയിൻ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കാം. എന്റെ കാശിയാത്ര, രാമായണം പാട്ട്, പഴനി വൈഭവം, ബ്രഹ്മോത്തരകാന്ഡം, ഹനുമാൻ പാമലൈ. അതിലെ ബ്രഹ്മോത്തരകാന്ഡവും എന്റെ കാശിയാത്രയും നിങ്ങൾ ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ്? എന്റെ കാശിയാത്ര, രാമായണം പാട്ട്, പഴനി വൈഭവം, ബ്രഹ്മോത്തരകാന്ഡം, ഹനുമാൻ പാമലൈ. ഒന്നുകൂടി പറയൂ. എന്റെ കാശിയാത്ര, രാമായണം പാട്ട്, പഴനി വൈഭവം, ബ്രഹ്മോത്തരകാന്ഡം, ഹനുമാൻ പാമലൈ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ റിനൈസൻസ് ലീഡർ ഹൂ സ്റ്റാർട്ടഡ് ഇന്റർഡൈനിങ് പന്തിഭോജനം. പന്തിഭോജനം സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? തൈക്കാട് അയ്യ. ദ സ്പിരിച്വൽ സെന്റർ ഓഫ് founded by തൈക്കാട് അയ്യ, ശൈവപ്രകാശ സഭ. ദ സ്പിരിച്വൽ സെന്റർ ഫൗണ്ടഡ് ബൈ തൈക്കാട് അയ്യ, ശൈവപ്രകാശ സഭ. ദ ബുക്ക് എന്റെ കാശിയാത്ര റിട്ടൺ ബൈ ആരാണ്? തൈക്കാട് അയ്യ. നമ്മളിപ്പോ തൈക്കാട് അയ്യനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏത് ചോദ്യം ചോദിച്ചാലും തൈക്കാട് അയ്യ എന്ന് പറയാൻ നമുക്ക് പറ്റും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഇത് നോക്കുമ്പോൾ മറന്നുപോകും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഓരോ റിനൈസൻസ് ലീഡർ പഠിക്കുമ്പോഴും അവരുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ആക്കി വെച്ച് നമ്മൾ പഠിക്കണം. എന്നിട്ട് പിന്നീട് നോക്കുമ്പോൾ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തൈക്കാട് അയ്യനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.